ആവേ മരിയ, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പ്രത്യേക പ്രാർത്ഥനയുടെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ധ്യാന വിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ തിരുവചനങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ഇനി വരുന്ന 2 വചനങ്ങളാണ് പ്രത്യേകമായിട്ട് ധ്യാന വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയാൻ പോകുന്നത്. അത് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അവിടുത്തെ തിരുമുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്ന നവവൃന്ദം മാലാഖമാർ, അതിൽ ശ്രേഷ്ഠനായ ഗബ്രിയേൽ ദൂതൻ ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ്. നസ്രത്തിൽ മറിയം എന്നു പേരായ ഒരു കന്യകയുടെ അടുക്കൽ വന്ന് പറയുന്നത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ആവേ മരിയ ഗ്രാസിയ പ്ലേന, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞ് ഈ ദൈവദൂതൻ മറിയത്തെ പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. അത് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രണാം മരിയ കൃപാപൂർൺ പ്രഭു തെരെ സാധു. ഞാനത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. കൃപാപൂർൺ എന്ന് പറഞ്ഞാൽ കൃപയുടെ പൂർണ്ണതയുള്ളവളെ എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ പ്രധാന ദൂതൻ വന്ന് മറിയത്തെ പ്രണമിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് ഇത്. അപ്പോൾ 1-ാമത്തെ കാര്യം, പരിശുദ്ധ കന്യാമറിയത്തിൽ കൃപയുടെ നിറവുണ്ട് എന്നുള്ളതാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഈ കൃപ 2 തരത്തിൽ. ഒന്ന്, സ്വന്തം ജീവിതത്തിൻ്റെ വ്യക്തിപുണ്യത്തിൽ നിന്നുണ്ടാകുന്നതായ കൃപ. അതുകൊണ്ടാണ് തുടർന്ന് മാലാഖ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. കൃപ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അതാണ് 1-ാമത്തെ കാര്യം. 2-ാമത്തേത്, ഈ കൃപ ആരാണ് നിറയ്ക്കുന്നത്? ഫുൾ ഓഫ് ഗ്രേസ്. ദൈവം മറിയത്തിൽ കൃപ നിറച്ചിരിക്കുന്നു. എന്താണ് ഈ കൃപയെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എന്താണ് ഈ കൃപയെന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് ഈ കൃപയെന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവദൂതൻ വന്ന് നസ്രത്തിൽ മറിയത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ദൂതൻ നോക്കുമ്പോൾ കാണുന്നത് മറിയത്തിൽ ഇതാ ദൈവപുത്രൻ, കർത്താവ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ദ ലോർഡ് ഈസ് വിത്ത് യു, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും, പ്രിയമുള്ളവരെ, മാലാഖ നോക്കുമ്പോൾ മറിയത്തിൻ്റെ ഉദരത്തിൽ തുടിക്കുന്ന ജീവനെ, മറിയത്തിൻ്റെ ഉദരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ദൈവപുത്രനായ യേശുവിനെ കാണുകയാണ്. കർത്താവ് നിന്നോടുകൂടെ. ഇത് കേട്ട് അവൾ അത്യന്തം ഭയപ്പെട്ടു എന്നോട് പറയുന്നുണ്ട്. കാരണം ഈ അഭിവാദ്യം നമ്മൾ പലപ്പോഴും ബൈബിളിൽ കാണുന്നുണ്ട്. റൂത്തിൻ്റെ പുസ്തകത്തിൽ അവിടെ അങ്ങനെയാണല്ലോ, ബോവാസ് വന്ന് അഭിസംബോധന ചെയ്യുന്നത്, കർത്താവ് നിങ്ങളോടുകൂടെ. അതൊരു യഹൂദ പാരമ്പര്യം കൂടിയായിരുന്നത്. ഇനി ഇത് അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. മിദിയാൻകാരെ ഭയപ്പെട്ട് ഇസ്രായേൽക്കാർ പേടിച്ച് കഴിഞ്ഞുകൂടുന്നു. അവരെ ഭയപ്പെട്ടിട്ട് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയാണ്. കാരണം ഗോതമ്പ് വയലിൽ മെതിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് കട്ടുപിടിച്ച് കൊണ്ടുപോകും. അങ്ങനെ ഭയപ്പെട്ട് ഞടുങ്ങിയിരിക്കുന്നതായ ഒരു മനുഷ്യൻ, ഗിദെയോൻ എന്ന പേര്, അവനെ നേരെ വന്നിട്ട് ദൈവത്തിന് ദൂതം വന്നിട്ട് പറയുകയാണ് ചെയ്യുന്നത്,
ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഇത് കേട്ടപ്പോൾ ഗിദെയോൻ ചോദിക്കുന്ന ഒരു മറുചോദ്യമുണ്ട്. കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ഈ ഗതികേടുകൾ, ഈ കഷ്ടപ്പാടുകൾ, ഈ ദുരിതങ്ങളൊക്കെ എന്ന്? പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണിത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ നന്മ പ്രവർത്തിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഗിദെയോൻ ചോദിച്ചത്. അതുകൊണ്ടാണ് മറിയം ചോദിക്കുന്നത്, ഇത് ഞാൻ എങ്ങനെ അറിയും? കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നിനക്ക് ഒരാപത്തും വരികയില്ലെന്നോ, ഒരു രോഗമുണ്ടാകില്ലെന്നോ, ഒരു സഹനമുണ്ടാകില്ലെന്നോ അർത്ഥമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ കർത്താവ് തന്നെ കുരിശും വഹിച്ചുകൊണ്ട് ആ സഹനത്തിൻ്റെ പാരമ്യത ഏറ്റുവാങ്ങിയത്. അതിലേക്ക് മറിയത്തെ ക്ഷണിക്കുകയായിരുന്നു. മറിയത്തെയും കാൽവരിയിലേക്ക് സഹരക്ഷകയായി നടന്നു പോകുവാൻ ദൈവം വിളിച്ചതിൻ്റെ ഒരു ക്ഷണമാണ് നമ്മൾ കേട്ടത്. കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ നീ ഭാഗ്യവതിയാണെന്ന് പിന്നീട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനാ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളോ, ദുരിതങ്ങളോ, വേദനകളോ, കഷ്ടപ്പാടുകളോ, തകർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം കൈവിട്ടതിൻ്റെ ഓർമ്മയല്ല, കർത്താവ് നിന്നോട് കൂടെയാണ്. ആ ദൈവം അതിനു വേണ്ട ശക്തി നിനക്ക് തരും. അതുകൊണ്ട് തുടർന്ന് മാലാഖ പറയുന്നത്, നീ ഭയപ്പെടേണ്ട. തുടർന്ന് നമ്മൾ ന്യായാധിപന്മാര പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഗിദെയോൻ ഒറ്റയ്ക്ക് ചെന്ന് ശത്രുക്കളെ മുഴുവൻ തോൽപ്പിച്ച് ഇസ്രായേലിനെ മോചിപ്പിക്കുന്നതായിട്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഈ യേശുനാഥൻ സകല പൈശാചിക ശക്തികളിൽ നിന്നും, തിന്മയുടെ ശക്തികളിൽ നിന്നും ഈ ലോകത്തെയും നമ്മെ ഓരോരുത്തരെയും മോചിപ്പിക്കുന്നതിൻ്റെ ഓർമ്മ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം പ്രത്യേക നിയോഗമായിട്ട് വലിയ നിരാശയിലും ദുഃഖത്തിലും തകർച്ചകളിലും കഴിയുന്നവർക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ആമേൻ.